ഹലോ, ഇന്ന് നമ്മളുള്ളത് ഇന്റർലേക്കൻ ക്യാമ്പ് സൈറ്റിലാണ്. ഇന്നലെ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിന്റെ തന്നെ ടോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, യുംഫ്രോയിൽ. ശരിക്കും ഇന്നലെ ഞങ്ങൾ ആ ടോപ്പിൽ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നിട്ട് നമ്മൾ ഫുൾ ടയേർഡായി. നമ്മുടെ ബോഡിക്ക് പെയിൻ ആയിരുന്നു, തലവേദനയായിരുന്നു, നമുക്ക് ഒരുപാട് ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും നമ്മളെല്ലാവരും ഒരുപാട് ടയേർഡായിട്ടായിരുന്നു ഇന്നലെ നൈറ്റ് ഈ ക്യാമ്പ് സൈറ്റിൽ വന്നത്. ഇപ്പം നമ്മളുള്ളത് ഇന്റർലേക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റിലാണ് ഉള്ളത്. ശരിക്കും ഈ ക്യാമ്പ് സൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാമ്പ് സൈറ്റിന്റെ സറൗണ്ടിങ്സ് ഫുള്ളായിട്ട് മൗണ്ടെയ്ൻസ് ആണ്. ഇങ്ങനെ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും മൗണ്ടെയ്ൻസ് ആണുള്ളത്. പിന്നെ ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്കും ഉണ്ട്. ലേക്ക് ഇത്തിരി അപ്പുറമായിട്ടാണുള്ളത്. പക്ഷേ ആ ലേക്ക് എന്ന് വെച്ചാൽ ഇവിടെ സ്നോഫോൾ മൂലം ലേക്ക് ഫുള്ള് സ്നോ കവേർഡായിട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്കത് ലേക്കാന്ന് പോലും മനസ്സിലാവില്ല. ഇപ്പം ഈ തറ എങ്ങനെയാണെന്നോ കിടക്കുന്നത് അതേപോലെ ഇപ്പോൾ ആ ലേക്ക് കിടക്കുന്നത്. അങ്ങനെ സ്നോ കവേർഡായിട്ട് കിടക്കുക. ശരിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു വിന്റർ പീരീഡ് ആയതുകൊണ്ട് ക്രിസ്മസ് ടൈം ഒക്കെ അല്ലേ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ഈ പാർക്ക് ചെയ്തേക്കുന്ന പിച്ചിൽ തന്നെ ഒരു 2-3 വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പിച്ചസ് ഒക്കെ ഒഴിവാണ്. പിന്നെ അപ്പുറത്തോട്ട് കുറച്ച് വണ്ടി കിടപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടെ പെർമനന്റ് ആയിട്ട് ഈ 3 to 4 monthsലേക്കൊക്കെ ചില ആൾക്കാർ റെന്റിനെടുത്ത് വരാറുണ്ട്. അതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സറൗണ്ടിങ്സിൽ ഒരുപാട് ഹോളിഡേ ഹോംസ് ഉണ്ട്. അതിൽ മിക്ക ഹോളിഡേ ഹോംസിലും ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ തന്നെ മിക്ക ഹോംസിലും ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്നതുകൊണ്ട് ചില ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ട് ഡോർ വഴിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സോ അതിലൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാരുണ്ട്. അവരിങ്ങനെ ചിലപ്പോൾ ക്രിസ്മസ് എൻജോയ് ചെയ്യാനും ഈ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നതായിരിക്കും. എന്താണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റാണ് ഇത്തവണ നമുക്ക് കിട്ടിയത്. ഇത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ലാസ്റ്റ് ക്യാമ്പ് സൈറ്റാണ്. ലാസ്റ്റ് ആണെങ്കിലും ബട്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം എടുത്തു പറയണം, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും ബുക്ക് ചെയ്ത ക്യാമ്പ് സൈറ്റിൽ ഈ ഒരൊറ്റ ക്യാമ്പ് സൈറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ ഈ 8 nights ബുക്ക് ചെയ്തിട്ടുള്ള ക്യാമ്പ് സൈറ്റിൽ ഈ ക്യാമ്പ് സൈറ്റ് ആയിരുന്നു ഏറ്റവും റെന്റ് കൂടിയിട്ടുള്ളത്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ സ്റ്റേ ചെയ്ത ക്യാമ്പ് സൈറ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ക്യാമ്പ് സൈറ്റിനൊക്കെ ചുറ്റിനും മൗണ്ടൻ റേഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെയും ഈ മൗണ്ടൻ റേഞ്ചസ് ഫുള്ള് സ്നോ കവേർഡായിട്ട് കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മളിവിടുന്ന് കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ക്യാമ്പ് സൈറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റാണിത്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടുത്തെ ഹോളിഡേ ഹോംസിലൊക്കെ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ലൊക്കേഷനിലെ ക്യാമ്പ് സൈറ്റൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള വിൻ്റർ ടൈമിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്യാമ്പ് സൈറ്റ്സും ഒന്നും ഓപ്പൺ അല്ല. മിക്ക ക്യാമ്പ് സൈറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെയൊക്കെ ഒരു ഷെഡ്യൂൾ നോക്കി വയ്ക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പം ജസ്റ്റ് ഈ ക്യാമ്പ് സൈറ്റ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് സ്നോ ആയതുകൊണ്ട് നമ്മുടെ കാലൊക്കെ ഭയങ്കരമായിട്ട് മരവിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് സ്നോ ബൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെയുള്ള പല വെറൈറ്റി ഹോളിഡേ ഹോംസ് കാണാൻ പറ്റും. അതൊക്കെ ആൾക്കാർ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കൂടുതൽ വിസിബിൾ ആവുന്നത് നൈറ്റ് ടൈമിലാണ്. നൈറ്റ് ടൈമിൽ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഫുള്ള് പല വെറൈറ്റി ലൈറ്റ്സ്, അതായത് പല കളേഴ്സിലുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള 1-2 വില്ലേജസിലാണ്. മെയിനായിട്ട് നമ്മൾ ഈ ഇന്റർലേക്കനിൽ സ്റ്റേ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇന്റർലേക്കൻ വില്ലേജും പിന്നെ നമുക്ക് ഇവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള ലോട്ടർബണ്ണം വില്ലേജ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. സിറ്റ്സിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വില്ലേജസിലാണ് കേട്ടോ. അതിലേറ്റവും എടുത്തു പറയാൻ പറ്റുന്ന 2 വില്ലേജസാണ് ഈ ലോട്ടർബണ്ണനും ഇന്റർലേക്കനും എന്നൊക്കെ പറയുന്നത്. ഇതുകൂടാതെ വേറെ ഒരുപാട് വില്ലേജസ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ഈ ഇന്റർലേക്കനും ലോട്ടർബണ്ണനും ഒക്കെയാണ്. ഈ ഇന്റർലേക്കൺ വില്ലേജിൽ നമുക്ക് ഒരുപാട് ലേക്ക് വ്യൂസ് ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടെ. നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫുള്ള് സ്നോഫോളായിട്ട് ഈ വീടിൻ്റെയൊക്കെ മുകളിലെല്ലാം ഫുള്ള് സ്നോ കവേർഡായിട്ട് കിടക്കുന്നത്. അത് തന്നെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ്.
നമ്മളിപ്പോൾ ഇവിടെ ഇന്റർലേക്കൽ വില്ലേജിൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് ഉണ്ട്, ബ്രൈൻസേഴ്സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ വില്ലേജ് കാണാൻ നല്ല രസമുണ്ട്. നമുക്കിവിടെ ഇത് പാർക്കിംഗ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് ചെറിയൊരു പാർക്കിംഗ് ഏരിയ പോലെ കിട്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഈ സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയത്. നല്ല രസമുണ്ട്. സ്കൈ ഒക്കെ കണ്ടില്ലേ, നല്ല ബ്ലൂ കളേഴ്സിൽ സ്കൈ, പിന്നെ ഈ സ്നോ ഇങ്ങനെ വൈറ്റ് കളറിൽ. പിന്നെ നമുക്കിതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മൗണ്ടെയിൻ ഉണ്ട്, അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ലേക്ക് ഒഴുകുന്നത്. പിന്നെ ഇവിടെ തൊട്ട് താഴെ ഒരു റെയിൽവേ ലൈനും ഉണ്ട്. സോ എല്ലാം കൂടി എന്താ പറയുന്നത്, ബ്യൂട്ടിയുടെ എല്ലാം കൂടി മിക്സഡ് വേർഷൻ അല്ലേ. അതായത് ഈ ഒരു പ്ലേസ് പറയാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് ഹൈവേ ആണ്, മീൻസ് റോഡ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ഇന്റർലേക്കൺ വില്ലേജ് ആണ് ഈ കാണുന്നത്. ഫുൾ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൻ്റെ ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഒരു റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇവിടെ ട്രെയിൻ പോകുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫുള്ള് മൗണ്ടെയിൻസ് ആണ്. വണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫുള്ള് മൗണ്ടെയിൻസ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ലേക്ക്, ബ്രൈൻസേഴ്സി ലേക്ക്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ശരിക്കും സ്വിസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതെല്ലാം കൂടി ഒരു സിംഗിൾ ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്രൈൻസേഴ്സി എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ, ഈ ലേക്ക് പ്ലേസിൽ നമുക്ക് ഈ ഫുൾ ബ്യൂട്ടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? അതെ, ഇത് ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഇത് ഞാൻ ഒരു കാര്യം മിസ്സാക്കി ഇത്രയും പറഞ്ഞപ്പം. ഈ ബ്യൂട്ടിക്ക് ഒരു ആഡ് ഓൺ തരാൻ വേണ്ടിയിട്ട് നല്ല സൺഷൈനും ഉണ്ട്. സോ ഈ ഫുൾ ബ്യൂട്ടിയെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് സൺഷൈൻ ഇവിടെ ഉണ്ട്. എല്ലാം എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറയാനെ കൊണ്ട്. നമ്മളെ ഓക്കെ സ്വിറ്റ്സർലൻഡിൽ വന്നു ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ, അതെ, സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ എപ്പോഴും ഒന്നും വരാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ലല്ലോ. അപ്പം നമ്മൾ വരുമ്പോൾ അത്യാവശ്യം ഇങ്ങനെയുള്ള കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസിൽ വരുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ഇത് ഈ കാണുന്നതൊക്കെ ലേക്കിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ ഈ വഴി ഫുള്ളും സ്നോ കവേർഡാണ്. അതുകൊണ്ട് നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കേണ്ടി വരത്തില്ല, നേരെ താഴെ പൊക്കോളും. അങ്ങോട്ട് കാണിച്ച് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്താ, നമുക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇവിടെ ഒരു 5 to 10 minutes സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നില്ല നമ്മളീ പറയുന്ന 5 to 10 minutes കൊണ്ട് നമ്മളിത് കവർ ചെയ്ത് കഴിയുമെന്ന്. അത്രയ്ക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് ഇവിടെ. അതായത് നമ്മൾ കണ്ട് ഈ ഒരു ബ്യൂട്ടിയിൽ നമ്മളിവിടെ അങ്ങ് നിന്ന് പോകും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലേക്കിൻ്റെ വെള്ളത്തിൻ്റെ കളറ് തന്നെ കണ്ടില്ലേ, അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. താഴെ എനിക്ക് തോന്നുന്നു വല്ല ഹോളിഡേ ഹോംസ് പോലത്തെ വല്ല എന്തെങ്കിലും സെറ്റപ്പാണോ, ആൾക്കാർ ഈ ലേക്ക് സൈഡിലേക്ക് വന്നിട്ടേ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണെന്ന് അറിയത്തില്ല. ഇവിടെ ഈ പോകുന്ന സൈഡുണ്ടല്ലോ, ഇത് ഫുൾ നാണ്ട് ഈ ഒരു ഭാഗവും ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫുള്ള് സ്നോയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. ഈ നമ്മുടെ പോകുന്ന വഴിയിൽ സ്നോ ഇല്ല, എനിക്ക് താഴോട്ടല്ലേ സ്നോയിൽ, വഴിയിൽ സ്നോ ഇല്ല സംഭവം. എനിക്ക് തോന്നുന്നു ആൾക്കാർ നടക്കാൻ വേണ്ടിയിട്ട് സ്നോ ഫുള്ള് മാറ്റിയിട്ടേക്കോ. വാവ്, നമ്മൾ ഇങ്ങനെ താഴെ ഈ ലേക്കിൻ്റെ ഇങ്ങനെ താഴെ ഇറങ്ങി വന്നു കേട്ടോ. ഇപ്പം നമുക്ക് ലേക്ക് നല്ല അടുത്തായിട്ട് കാണാം. നല്ല രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഇത് തൊട്ട് മേലായിട്ട് ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇപ്പോൾ ലേക്ക് സൈഡിൽ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാം. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആവും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് സീസൺ കൂടെ അല്ലേ, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ ഈ ലേക്കിൻ്റെ എൻ്റർ വ്യൂ ഫുള്ള് നമ്മൾ ഡ്രോൺ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻ്റർ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഈ ലേക്കിന് ചുറ്റും സ്നോ മൗണ്ടെയ്ൻസ് ആണ്.
ഈ ലേക്കിൻ്റെ ആ ഒരു കളറും പിന്നെ ആ വൈറ്റായിട്ടുള്ള ഈ സ്നോ മൗണ്ടെയ്ൻസും ഇതെല്ലാം കൂടി മിക്സായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം പോകുന്നത് ലോട്ടൺബർഡൻ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ്സ് ഒന്നുമില്ല. നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ വില്ലേജ് മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വിസ് വില്ലേജസ് മാത്രം കവർ ചെയ്യാമെന്ന് കരുതിയത്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്. നമ്മുടെ കാലൊക്കെ പുതഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് മഞ്ഞുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ. സ്വിസിൻ്റെ മറ്റൊരു അതിമനോഹരമായ ലോട്ടൺബർഡൻ വില്ലേജിലാണ് നമ്മളുള്ളത്. ഈ കാണുന്ന ടവർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫോട്ടോസിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടവറാണിത്. അത് തൊട്ട് താഴോട്ട് ഒരു ചെറിയൊരു ലേക്ക് ഒഴുകുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു റോഡും പോകുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫുള്ള് വീടുകളാണ്. ഇവിടെ മൊത്തം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്പോട്ടും കൂടാ. പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ട്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ ശരിക്കും ഇവിടുന്ന് പോകാനേ തോന്നില്ല, അത്രയ്ക്ക് നല്ല രസമുണ്ട് ഈ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേസിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ വേറെയും ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ എവിടെ പോയാലും അത്യാവശ്യം റഷാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ പറയുന്ന ഐക്കണിക് ആയിട്ടുള്ള പ്ലേസിൽ കൂടെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെയും എല്ലാവരും ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യും. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എവിടെ പോയാലും. ഇവിടെ നമ്മൾ ഈ തൊട്ട് സൈഡിൽ തന്നെ റോഡൊക്കെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടികളൊക്കെ എപ്പോഴും പോകുന്നുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി കാർ അവർക്ക് സ്പീഡിൽ വരികയും ചെയ്യും, നമ്മൾ പെട്ടും പോകും. ഈ ഒരു വാലി വ്യൂ പോയിൻ്റാണ്. വാലി വ്യൂ പോയിൻ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ജർമ്മനിയിലേക്കാണ്. ഇന്ന് നൈറ്റിലേക്കുള്ള ക്യാമ്പ് സൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ജർമ്മനിയിലാണ്. സ്വിസിൻ്റെ കാഴ്ചകളൊക്കെ ഏകദേശം തീരാറായി എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ സ്വിസിലെ ഒരു സ്പോട്ട് മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് കാണാതെ തിരിച്ചു പോയില്ല. ഇന്ന് നമ്മൾ ജർമ്മനിയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം വീണ്ടും സ്വിസിലേക്ക് വന്ന് ആ സ്പോട്ട് കവർ ചെയ്തിട്ട് പോകുക എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. നമ്മളീ പോകുന്ന റോഡൊക്കെ ചില ഭാഗങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. ഈ പാറയൊക്കെ ഷേപ്പ് ചെയ്തിട്ടാണ് അവർ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചില ഏരിയയിലേക്ക് നമ്മുടെ വണ്ടി തട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ട്രെയിനും പോകുന്നത് കാണാൻ പറ്റും. ഈ ഒരു കാഴ്ച ഇവിടെ സ്ഥിരമാണ് കേട്ടോ. നമ്മൾ വേറെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, റോഡിന് നേരെ പാരലായിട്ട് തന്നെ ട്രെയിനും പോകുന്നത്. നമ്മൾ പോകുന്ന റോഡിൽ കൂടെ നമ്മുടെ തടി കൂടെ പോകുന്നു. എന്താണല്ലേ ട്രാവലിൽ പോയി ഇടിച്ചേക്കല്ലേ? അയ്യോ പേടിയാവുന്നേ. നമ്മൾ സുറിച്ച് സിറ്റിയിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ഈ എൻ്റെ ട്രാവലിൻ്റെ ഫുള്ള് വൈബ് മാറി. നമ്മൾ ഇത്രയും നേരം ഭയങ്കര കാമായിട്ടുള്ള സ്ഥലത്തൂടെ ട്രാവൽ ചെയ്തെങ്കിൽ സുറിച്ചിൽ വന്നപ്പോഴത്തേന് അത് നേരെ ഓപ്പോസിറ്റായി. ഈ ഒരു സിറ്റി കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ പല ബിൽഡിങ്സും പല വെറൈറ്റി കളേഴ്സൊക്കെ ഉള്ള ലൈറ്റ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നവർ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റ്സ് തന്നെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കും അതെന്താണ് ആ ബിൽഡിംഗ് എന്നുള്ളത്. ഇത് നമ്മൾ തട്ടുവോ?
പണിയെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ ബുക്ക് ചെയ്ത ക്യാമ്പ് സൈറ്റ് ജർമ്മനിയുടെ ഒരു കൺട്രി സൈഡിലാണുള്ളത്. ഇത് ഏകദേശം ഒരു സ്വിറ്റ്സർലാൻഡും ജർമ്മനിയും തമ്മിലുള്ള ഒരു ബോർഡർ ലൈനിലാണ് വരുന്നത് ഈ ക്യാമ്പ് സൈറ്റ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ പിച്ച് ഫൈൻഡ് ചെയ്യണം. നമുക്ക് നമ്മുടെ പിച്ച് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ വണ്ടി പോയി പാർക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ബൈ.